ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ 2025 ഇറങ്ങിയ ടോപ്പ് 10 കളക്ഷൻ നേടിയ സിനിമകളാണ്. അതായത് മിനിമം 50 കോടി കളക്ഷനെങ്കിലും നേടിയ സിനിമകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവസാനം ഒരു സിനിമ ഞാൻ പറയുന്നുണ്ട്, ആ സിനിമ 50 കോടി നേടിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. 50 കോടി 100 കോടി ഡിസർവിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. 10ാം സ്ഥാനത്തുള്ളത് ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചാക്കോച്ചന്റെ ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ, ഒരു റൊമാൻറ്റിക് ചോക്ലേറ്റ്, ആ ഒരു ക്യാരക്ടറൊക്കെ വിട്ടിട്ട് നല്ല റോ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അതുപോലെ തന്നെ ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സായ വൈശാഖിന്റെയും ജഗദീഷിന്റെയും പ്രിയാമനുടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ്. അതിൽ എസ്പെഷ്യലി വൈശാഖിന്റെ വില്ലൻ ക്യാരക്ടർ അടിപൊളി. പിന്നെ അതുപോലെ ഇന്നത്തെ സോങ്സ് ഒക്കെ, JX ബിജോയുടെ മ്യൂസിക്, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു പടമായിരുന്നു. 54 കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്ത്. ചാക്കോച്ചൻ നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 9ാമത്തെ പൊസിഷനിലുള്ള സിനിമ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫിലെ അൻശ്വരാജിനെയും കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ സിനിമ. ഈ സിനിമയ്ക്ക് പഴയ സിനിമയെ കാതോരമായ ഒരു സിനിമയുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മമ്മൂട്ടിയുടെ AI ക്യാരക്ടറും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഏകദേശം 57 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. രേഖാചിത്രം ടോപ്പ് 9. ടോപ്പ് 8 പൊസിഷനിലുള്ളത് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാന്റെ ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. നസ്രീൻ, ലുക്മാൻ, ഗണപതി, അതുപോലെ തന്നെ സന്ദീപ്, പുതുവാൾ, അങ്ങനെയുള്ള വളരെ പിള്ളേരുടെ പടം. അത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിനിമ. ഈ സിനിമ ഏകദേശം കളക്ട് ചെയ്ത് 69 കോടിയാണ്. ആലപ്പുഴ ജിംഖാന ടോപ്പ് 8. ടോപ്പ് 7 സത്യന്തിക്കാട് സംവിധാനം ചെയ്ത ലാലേട്ടനും സംഗീതമൊക്കെ അഭിനയിച്ച് തകർത്ത ഒരു ഫീൽ ഗുഡ് മൂവി ഹൃദയപൂർവ്വം. ഈ സിനിമ ഏകദേശം 75 കോടി കളക്ഷനാണ് നേടിയത്. സത്യന്തിക്കാട് മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഒരുപാട് സിനിമ വന്നിട്ടുണ്ട്. അതിന്റെ ടോപ്പ് ലെവൽ പടം അത്ര ടോപ്പ് ലെവൽ എത്തിയില്ലെങ്കിലും, പഴയ പടങ്ങളുടെ അത്ര എത്തിയില്ലെങ്കിലും നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരും സ്വീകരിച്ചതും. 75 കോടിയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയത്. 75 കോടി. ടോപ്പ് 6 പൊസിഷനിലുള്ളത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡൈസ് ഐറൻ. അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിന്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പ്രണവ് മോഹൻലാൽ നായകനായി വന്ന സിനിമ. ഏകദേശം 82 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്ത്. ഒരു ഹൊറർ സിനിമയുടെ എല്ലാ രീതിയിലുള്ള ക്ലീഷകളും പൊളിച്ചിറക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ 3 സിനിമകളും വന്നത്. ഭൂതകാലം, പ്രമേയം, ഡൈസ് ഐറൻ. ഒന്നും പറയില്ല. ഡൈസ് ഐറൻ ഓക്കെ. 82 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്ത്. പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ടോപ്പ് 5 ജിതിൻ K ജോസ് സംവിധാനം ചെയ്ത കളം കാവൽ. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം. വില്ലനായി വന്ന് ഒരു രക്ഷമില്ല. വില്ലൻ എന്ന് വെച്ചാൽ പക്കാ വില്ലൻ. അവസാനം ഹീറോ അല്ലെങ്കിൽ അവസാനം നല്ലവനാവുന്ന അങ്ങനെയൊന്നുമില്ല, പക്കാ വില്ലൻ. അതോടൊപ്പം തന്നെ വിനായകന്റെ പോലീസ് വേഷവും. രണ്ടുപേരുടെ കഥാപാത്രങ്ങൾ നല്ലപോലെ ചർച്ച വിഷയമായതാണ്. ആ സിനിമയുടെ ഒരു പ്ലോട്ടും സ്റ്റോറിയൊക്കെ മമ്മൂട്ടി ചൂസ് ചെയ്യാനും മമ്മൂട്ടിയെ ക്യാരക്ടർ ചെയ്യാനുള്ള ആളുടെ ഒരു മനസ്സും എല്ലാവരും ഞെട്ടിയ ഒരു സിനിമയാണ് കളങ്കാവൽ. ആ സിനിമ ഏകദേശം 84 കോടിയാണ് കളക്ഷൻ നേടിയത്. മമ്മൂക്കയുടെ കളങ്കാവൽ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഇയർ. ടോപ്പ് 4 ഇപ്പോഴും ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയുടെ സർവം മായ. അഖിൽ സത്യം സംവിധാനം ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ ഡെലുലു, നമ്മുടെ സ്വന്തം മായ ഷിബു. ഒന്നും പറയാനില്ല, സൂപ്പർ സിനിമയാണ്. മായ ഷിബു അല്ല, റിയ ഷിബു, രണ്ടോട് മിക്സ് ആയിപ്പോയി. ഒരു രക്ഷയിലെ പടം. നല്ല ഫീൽ ഗുഡ് മൂവി. ഒരു സിമ്പിൾ പ്ലോട്ട്. ഈ ഒരു 100 കോടി ക്ലബിന് മേലെ കയറണമെങ്കിൽ നിവിൻ പോളി എന്നൊരു ആക്ടറുടെ പൊട്ടൻഷ്യൽ. അതുപോലെ പ്രേക്ഷകർ എല്ലാ രീതിയിലുള്ള സിനിമകളും അങ്ങനെ ആക്ഷൻ പടം വേണം അങ്ങനൊന്നും ഇല്ല. നല്ല ഫിലിമാണോ അത് നല്ല കളക്ട് ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ സർവമായ. അതുപോലെ തന്നെ നിവിൻ പോളിയോടുള്ള ഇഷ്ടം മലയാള പ്രേക്ഷകർക്ക് വീണ്ടും കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരം. അഖിൽ സത്യം, താങ്ക് യു സോ മച്ച്. നിവിൻ പോളി സൂപ്പറാണ്, അടിപൊളി. ഇനി നല്ല പടങ്ങൾ വരട്ടെ. ടോപ്പ് 4 സർവമായ. ടോപ്പ് 3 സിനിമ ലാലേട്ടന്റെ തുടരും. ഒന്നും പറയാനില്ല, ഇടിവെട്ട് സിനിമ. പഴയ കാലത്തെ മോഹൻലാലിനെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സിനിമ എന്ന് എല്ലാവരും ഒരേ സുഹൃത്തിൽ പറഞ്ഞ സിനിമ. എൻ്റെ ആ ലാലേട്ടനെ ഞാൻ കണ്ടടാ എന്നൊക്കെ ആ തിയേറ്റർ റിവ്യൂ ഒക്കെ ഒന്ന് കാണാൻ രക്ഷിത ആ ഒരു ഫീൽ. ആ സിനിമ കാണുന്നതിനെക്കാട്ട് എഫക്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ലാലേട്ടൻ മുണ്ടുമടക്കി കുത്തുന്നതും ചാടുന്നതും, അതിനകത്ത് സോങ്സ് ആണെങ്കിലും
ഒറ്റക്കൊമ്പൻ കാട് കയറിയുടെ ആ ഡയലോഗുകളും എല്ലാം കൂടെ ഫുൾ പാക്കേജ്. അതുപോലെ തന്നെ ശോഭനെ തുടങ്ങി എല്ലാവരും ഒന്നിച്ച് വന്നപ്പോൾ ഒരു ആ ഒരു പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ ഏകദേശം 223 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. വമ്പൻ റെക്കോർഡാണ്. അതായത് കേരളത്തിൽ നിന്ന് മാത്രം ആ സിനിമ 100 കോടിക്ക് വേണ്ടി കളക്ട് ചെയ്തു. അങ്ങനെ തരുൺ മൂർത്തിയുടെ ടോപ്പ് 3 തുടരും. ടോപ്പ് 2 സിനിമ വേറൊന്നുമില്ല, ലാലേട്ടന്റെ എമ്പുരാൻ. പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ, മുരളഗോപിയുടെ സ്ക്രിപ്റ്റിൽ, ആന്റണി പെരുമാളിന്റെ പ്രൊഡക്ഷനിൽ, ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ. 266 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമയാണ്. രാഷ്ട്രീയപരമായ മറ്റുള്ള പല കാര്യങ്ങളായാലും ലാലേട്ടൻ ക്ഷമാപണം നടത്തിയ സിനിമയാണ്. ഒരുപാട് കാര്യം. പക്ഷെ ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് അത് അൺബീറ്റബിൾ ആയത്. ആ സമയത്ത് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ മേക്കിംഗ്, എന്തൊക്കെ പറയാൻ, ആ സിനിമയിൽ അദ്ദേഹം ഇട്ടൊരു എഫേർട്ട്, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. നമ്മൾ ഇന്ന മലയാള സിനിമ കാണാത്ത പല തരത്തിലുള്ള മേക്കിങ്ങും അതിനകത്തുള്ള വിഷ്വൽസും എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. എമ്പുരാൻ ടോപ്പ് 2. ഫൈനലി ടോപ്പ് 1 ലോക ചാപ്റ്റർ 1. നമ്മുടെ കല്യാണി പ്രിയദർശൻ ചന്ദ്രയെ വന്ന സിനിമ. ഒന്നും പറയാനില്ല. ഇന്റർനാഷണൽ സ്റ്റാഫ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സിനിമ. ഒരു സ്ത്രീ കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായി വന്നിട്ട് 300 കോടി കളക്ഷൻ നേടി. എല്ലാ റെക്കോർഡ്സും ബ്രേക്ക് ചെയ്തു മലയാള സിനിമയിലെ. ഇന്ത്യയിൽ തന്നെ ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി വന്നിട്ട് ഒരു സിനിമ ഇത്രയും കളക്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ആ റെക്കോർഡ് നമ്മുടെ സ്വന്തം മലയാളിയായ കല്യാണിക്ക് തന്നെ. ഒരു രക്ഷയില്ല. സിനിമയുടെ ടോട്ടൽ എല്ലാ മേഖലകളും സൂപ്പർ. നസ്രിനകത്ത് ചന്ദ്രു, ബാക്കിയുള്ള ആ ഒരു കല്യാണിയുടെ ചെറിയ കാലഘട്ടം ചെയ്ത ആ കുട്ടി, ആ പഴയ കാലഘട്ടത്തെ അഭിനയിച്ച എല്ലാവരും, പിന്നെ നമ്മുടെ സ്വന്തം ടൊവിനോ, DQ, എല്ലാവരും, സണ്ണി വേ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ക്യാമറ റോൾസ് അതിനകത്തുണ്ട്. സൗബിൻ, ബാലു വർഗീസ്, ഇഷ്ടംപോലെ ആൾക്കാർ. ഒന്നും പറയില്ല. ആ സിനിമ ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈ മൊമെന്റ് തന്നുകൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, വിഷ്വൽസ് ആണെങ്കിലും നല്ല ഒരു ഇന്റർനാഷണൽ സിനിമയായിട്ട് അതേപോലെ ഫീൽ ചെയ്യുന്ന സിനിമ. അതിന്റെ ഇനിയുള്ള പാട്ടുകൾ വരാനായിട്ട് ആൾക്കാർക്ക് കാണാനായിട്ടുള്ള ഒരു ത്വര സൃഷ്ടിച്ചുകൊണ്ടുള്ള മേക്കിംഗ് സ്റ്റൈല്, എല്ലാ രീതിയിലും ആ സിനിമ സൂപ്പറായിരുന്നു. ഞാനും 1-2 വട്ടം കണ്ട സിനിമയാണ് അത്. എനിക്ക് നല്ല ഹാപ്പിയാണ്. അതിൻ്റെ ഒരു ടെക്നിക്കൽ വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ആ നീലിയാണെന്ന് ആ റിവീൽ ചെയ്യുന്ന ആ സീനുണ്ടല്ലോ, അതിന് മുമ്പത്തെ ആ ഒരു ഫൈറ്റും, ആ കുട്ടിയുടെ ഫൈറ്റ്, എക്സലന്റ് ഫൈറ്റ്, ആ എല്ലാ രീതിയും മ്യൂസിക്, ഓ മൈ ഗോഡ് മാൻ, ജെക്സ് ബിജോയ്, വൺ ഓഫ് ദ ഹിസ് ബെസ്റ്റ് പെർഫോമൻസ്. ഒന്നും പറയില്ല. ലോക ചാപ്റ്റർ 1 ഏകദേശം 302 കോടിയാണ് ആ സിനിമ കളക്ട് ചെയ്തത്. എന്നും മലയാള സിനിമയുടെ ഒരു പൊൻതൂവൽ ആ സിനിമയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ഈ 10 സിനിമകളാണ് ടോപ്പ് ഇത്രയും കളക്ഷൻ നേടിയ സിനിമകൾ. പിന്നെ ഇതോടുകൂടി നമുക്ക് മറ്റൊരു സിനിമയുടെ പറയണം. ആ സിനിമ 50 കോടി നേടിയില്ലെങ്കിലും എക്കോ 47 കോടിയാണ് കളക്ഷൻ നേടിയത്. പക്ഷെ ആ സിനിമ ഈ വർഷത്തെ നല്ല സിനിമകൾ ഒന്നാണ്. ഒരു പക്ഷേ അത്ര സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊരു 50 കോടി എത്താത്തത്. എന്നിട്ട് പോലും ആ സിനിമ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ആ സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കളക്ഷനാണ്. ഈ കഴിഞ്ഞ വർഷം കണ്ട സിനിമകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിൽ ഒന്നാണ് എക്കോ. അപ്പം ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഞാനൊരു തുടക്കക്കാരനാണ്. ഇത് എൻ്റെ ഒരു തുടക്കമാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വേണ്ടത്. സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇനിയും ചെയ്തിരുന്നതായിരിക്കും. പല മിസ്റ്റേക്കുകളുണ്ടായിരിക്കും, അത് ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.